ഈ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കൊക്കെ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് എനിക്കൊരു ബ്രൈഡൽ ബ്ലൗസ് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൈഡിൻ്റെ ഒരു കസിനോ റിലേറ്റീവ് ആരോ ആണ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു വർക്ക് ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് നോ തന്നെയാണ് പറഞ്ഞത്. കാരണം കല്യാണത്തിന് വെറും 3 days മുന്നെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. കാരണം ഓൾറെഡി ആ ഒരു ടൈമിൽ വർക്ക് ഉണ്ട്, പിന്നെ ഒരു ഡേ എന്തായിട്ടാണ് കിട്ടുന്നത് ബാക്കി. ആ ഒരു ഡേയിൽ എത്രത്തോളം ഇത് വർക്ക് ചെയ്ത് കിട്ടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ നോയാണ് പറഞ്ഞത്. അപ്പോൾ അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരണേ, ബ്രൈഡ് ആകെ വിഷമത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ബ്രൈഡിൻ്റെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു. പാവം കുട്ടി എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കല്യാണത്തിന് ഇങ്ങനെ ഒരുങ്ങണം, അങ്ങനെ ഒരുങ്ങണം, ബ്ലൗസ് ഇങ്ങനെ വേണം എന്നൊക്കെ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ശരി ഓക്കെ പറഞ്ഞിട്ട് വർക്കൊക്കെ എടുത്തു കഴിഞ്ഞ് ബ്ലൗസ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എൻ്റെ കിളി പോയത്. കാരണം ഇതിൽ ഓൾറെഡി വർക്ക് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കാണ്, പക്ഷെ ബ്രൈഡ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിട്ടില്ല എന്ന് മാത്രം. സ്റ്റിച്ചിങ് ആൾക്ക് കുഴപ്പമില്ല, പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആ ഉണ്ടായിരുന്ന വർക്ക് മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ട് അതിൽ റീവർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. ബ്ലൗസ് ആ കുട്ടിക്ക് പാകമായതുകൊണ്ട് തന്നെ സ്ലീവൊക്കെ അഴിച്ചെടുക്കുന്നതിന് മുൻപ് ഞാൻ ആ സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ പിന്നെയും അടിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏറ്റവും വലിയ പണിയായിട്ടുള്ള ആ സ്റ്റിച്ചൊക്കെ അഴിച്ചെടുത്തു. ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ആണോ അതോ ആ കുട്ടിക്ക് കല്യാണത്തിന് ഇത് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കല്യാണത്തിന് തലേ ദിവസം ഇരുന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. 2 സ്ലീവും ഞാനിവിടെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഈ ബീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അയേൺ ചെയ്യാനാണ് പോകുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് കുറച്ച് കയറിയിട്ടും ഇടുങ്ങിയിട്ടുമാണ്, വൈഡില്ല. അപ്പോൾ നമുക്ക് ഇതുകൂടി ഒന്നിങ്ങനെ ഒന്ന് ഇറക്കി ഒന്ന് ഇവിടെ ഷേപ്പാക്കി കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ട് നെക്കിൽ വർക്കും ചെയ്യാനുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ബാക്ക് നെക്കും കൂടിയും വർക്ക് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. കാരണം ബാക്ക് നെക്കിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല. ബാക്ക് നെക്ക് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ഹാങ്ങിങ്സ് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും ബാക്ക് നെക്കും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് മുന്നേ ഈ ഒരു പോർഷനും കൂടി ഒന്ന് അയച്ചെടുക്കണം. ഒറ്റ സ്റ്റിച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് അഴിച്ചെടുക്കാൻ നല്ല ഈസി ആയിരുന്നു കേട്ടോ. ഇത് നൂല് നന്നായി ഇളകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കി പണികൾ ചെയ്യാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പരിപാടി മുഴുവൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും സീം അലവൻസ് ഒക്കെ പോയിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ 2 ഫ്രണ്ട് പോർഷനും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം ഇരിക്കട്ടെ. ഫസ്റ്റ് നമുക്ക് കൈ നോക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഇത്. കാരണം ഇത് മുഴുവൻ സ്റ്റിച്ച് അഴിച്ചുണ്ടാക്കണ്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കല്. പക്ഷെ നമുക്കിവിടെ ഇത് ചെയ്തല്ലേ പറ്റും. അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ബീഡ്സൊക്കെ സ്ലീവിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഇവിടെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല അയേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നുള്ളത്. പക്ഷേ അയേൺ ചെയ്തിട്ട് ബീഡ്സ് മാത്രമേ പോയുള്ളൂ. ആ നൈലോൺ ത്രെഡിൻ്റെ വേസ്റ്റൊക്കെ അതിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അത് അഴിച്ചെടുക്കാനാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയത്. ഇത്രയും ബീഡ്സ് ഞാൻ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു. ഇനി ബാക്ക് നെക്കാണ്. സമയം കിട്ടുകയാണെങ്കിൽ ബാക്ക് നെക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എങ്ങനെയെങ്കിലും അത് ചെയ്തു കൊടുക്കണം എന്നായിരുന്നു എനിക്ക്. കാരണം ആ കുട്ടി മെയിനായിട്ട് റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിൽ ഇങ്ങനെ ഒരു ഹോളും അതിന് ചുറ്റും ഒരു വർക്കും ഹാങ്ങിങ്സും ആയിരുന്നു. ഞാനിങ്ങനെ ഒരു ക്ലോത്തിലോട്ട് ആ ഒരു ബാക്ക് പോർഷൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് വിട്ടിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നെക്ക് നമുക്ക് മറിച്ച് അടിച്ച് അവിടെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം ഞാൻ ആ ഒരു ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹോളിന് ചുറ്റും ഇങ്ങനെ വർക്ക് വരുന്ന രീതിക്കായിരുന്നു ആ കുട്ടി റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആയില്ലെങ്കിലും ഏകദേശം നമ്മൾ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി ഫ്രണ്ട് നെക്കിലാണ്. ഫ്രണ്ട് നെക്കിലും ഞാൻ വർക്ക് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തെടുത്തു. ആൻഡ് ഫൈനൽ ലുക്ക് കാണണ്ടേ നിങ്ങൾക്ക്? ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയാണ് ഇത് ചെയ്ത് തീർത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ
ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ദിവസം കൊണ്ടാണ് ഇത് മൊത്തം അഴിച്ചെടുത്ത് ചെയ്ത് തീർത്തിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ 9 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ റീവർക്കായിരുന്നു ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ബ്രൈഡ് പറഞ്ഞ പോലെ തന്നെ ഒക്കെ ആക്കി തീർത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ആ ഒരു മോൾ ഭാഗത്തോട്ട് വർക്ക്, സ്ലീവിൻ്റെ താഴെ വർക്ക്, ആൻഡ് അവിടെ ഹാങ്ങിങ്സ്, ബാക്ക് നെക്കിൽ ആ ഒരു ഹോളിൻ്റെ ചുറ്റും വർക്ക്, ഹാങ്ങിങ്സ്, ഫ്രണ്ട് നെക്കിലും വർക്ക്, അങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബ്ലൗസ് കല്യാണത്തിൻ്റെ തലേന്ന് 9 മണിക്കാണ് കൊടുത്തേച്ചാൽ ബ്രൈഡിന് ഇത് കിട്ടിയത് രാത്രി 11 മണിക്കായിരുന്നു കേട്ടോ. ആൾക്ക് അപ്പം എന്നോടൊന്നും പറയാൻ പറ്റിയില്ല. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആളെന്നോട് പറയുന്നത് ഒരുപാട് ഇഷ്ടമായി, അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മൊത്തം കോൺഫിഡൻസ് പോയിരുന്നു, എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് പിക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 4000 ആയിരുന്നു ഞാനിതിന് ചാർജ് ചെയ്തത്.